റീസെൻ്റായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന മിക്ക കാറുകൾക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹെഡ് ലാമ്പ് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈൻ പോലുള്ള ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. ഇതെന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് ഡേ ടൈം റണ്ണിങ് ലാംപ്സ്, DRL യൂണിറ്റ്സ് എന്ന് പറയും. ഇതിപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും മെഴ്സിഡസിന് ഒരു സ്റ്റൈലിംഗ് സിഗ്നേച്ചർ ഉണ്ട്, BMW ഒരു സ്റ്റൈലിംഗ് സിഗ്നേച്ചർ ഉണ്ട്, അതേമാതിരി തന്നെ പിക്ചറിൽ കാണുന്ന ഡിഫൻഡറിനും ഓരോ സ്റ്റൈലിംഗ് സിഗ്നേച്ചറായി. അത് അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ. സേഫ്റ്റിക്കെന്നും പേര് കേട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വീഡിഷ് മാനുഫാക്ചർ, അവരാണ് DRL യൂണിറ്റ്സ് ആദ്യം സ്വീഡനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1970കളിൽ തന്നെ ഇമേജിൽ കാണുന്ന പോലെ 240 സീരീസിൽ അവർ ഇത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. DRLൻ്റെ പർപ്പസ് എന്തെന്ന് വെച്ചാൽ ഡേ ടൈമിൽ വാഹനത്തിൻ്റെ വിസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ ഡേ ടൈമിലുള്ള ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്യുക, പിന്നെ പെഡസ്ട്രിയനും വേറെ വാഹനങ്ങൾക്കും എളുപ്പത്തിൽ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുക. DRLൻ്റെ ലൈറ്റ്സിൻ്റെ ഇൻറ്റൻസിറ്റി സാധാരണ ലൈറ്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. DRLന് റെഗുലേഷൻ വൈസ് സർഫസ് റിക്വയർമെൻറ്റ്സ് കൂടെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരും വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണ്.